സോ ആക്ച്വലി ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്, മീൻസ് ഈ ഒരു സ്ക്രീൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ക്രീനിലോട്ട് പോകണം. ഓക്കെ, അതാണ് വേണ്ടേ. സോ ആക്ച്വലി നമുക്ക് ഒരു ഓൺ ക്ലിക്ക് ഇതൊന്ന് ക്ലിക്കബിൾ ആക്കാം ആക്ച്വലി. സോ ആക്ച്വലി ഈ ഒരു കാർഡ് വ്യൂവിന് ക്ലിക്കബിൾ ട്രൂ ആക്കി, ലൈക്ക് ഫോക്കസബിൾ ഞാൻ ട്രൂ ആക്കി. ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ഇൻഫോ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഔട്ട് എൻ്റർ ക്രിയേറ്റ് ചെയ്തു. സോ ബേസിക്കലി നമുക്കിവിടെ ആക്ടിവിറ്റി ഇല്ല. സോ ഞാൻ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യും. ന്യൂ ആക്ടിവിറ്റിയിൽ എം ടി ആക്ടിവിറ്റിയിൽ ഇൻഫോ ആക്ടിവിറ്റി തന്നെ ഞാൻ പേര് വിളിക്കുന്നത്. ഓക്കെ, സോ ഇൻഫോ എന്ന് വിളിച്ചു. ആക്ടിവിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാനിവിടെ ഓക്കെ ഇനി നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ആക്ടിവിറ്റി ദിസ് കൊടുക്കാം ഇവിടെ, ദിസ് ആൻഡ് info activity dot class. സോ ഫസ്റ്റ് ബട്ടൺ ക്ലിക്കിൽ ഈ ഒരു ആക്ടിവിറ്റി ഒബ്വിയസ്ലി സ്റ്റാർട്ട് ആവും. ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡന്റിന്റെ അകത്ത് വേണം, ന്യൂ ഇൻഡന്റ് വേണം. ഓക്കെ, സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്ക്രീൻ ആക്ച്വലി ലോഞ്ച് ചെയ്യും. സോ ആക്ച്വലി ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഈ ഒരു ലേഔട്ട്, ഈ ഒരു എൻ്റയർ ലേഔട്ട് ഞാൻ കോപ്പി ചെയ്യാണ്. സോ കോപ്പി ചെയ്തു ആൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്തു. സോ ഈ ഒരു ഹോം നെയിം മാറ്റിയിട്ട് ഇവിടെ ഇൻഫോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് ഏതാണോ അതാക്കണം. പ്ലസ് ഈ ഒരു ലീനിയർ ലേഔട്ടിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഈ ഒരു ലേഔട്ടിൻ്റെ കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നമ്മൾ ഓൺ ക്ലിക്ക് ലിസണർ രണ്ട് സ്ഥലത്തും കൊടുത്തിട്ടില്ല, ബാക്ക് ബട്ടണ്. സോ അതൊരു കാര്യം നമ്മൾ ചെയ്യാനുണ്ട്. സോ അത് നമുക്ക് ചെയ്യാം. സോ ടൂൾ ബാർ 3 എന്നാണ് ഇതിൻ്റെ പേര് ഈ ഇൻഫോഡ് ആക്ടിവിറ്റിയിൽ. സോ നമ്മളിവിടെ ആദ്യം ഒരു ടൂൾ ബാർ ഉണ്ടാക്കണം. ടൂൾ ബാർ ആൻഡ് ഇവിടെ ടൂൾ ബാറിനെ ഫൈൻഡ് ചെയ്യണം. ടൂൾ ബാർ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ r.id ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ടൂൾ ബാർ ഡോട്ട് കൺട്രോൾ സ്പേസ് അടിച്ചാൽ മതി. ബ്ലൈൻഡ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണ്ട, മീൻസ് കോഡ് ബ്ലൈൻഡ് ആയിട്ട് ചെയ്യണ്ട. സോ ഈ ഒരു കേസിൽ ആ ഒരു ബാക്ക് ബട്ടൻ്റെ ആക്ഷൻ നമ്മൾ കൊടുത്തു. ഇനി ഐറ്റം ഡീറ്റെയിൽഡ് ഈ ഒരു സ്ക്രീൻ നമ്മൾ മുന്നേ ചെയ്ത ഈ ഒരു ഡീറ്റെയിൽ സ്ക്രീനിലും ഈ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ആക്ഷൻ കൊടുത്തിട്ടില്ല. സോ ടൂൾ ബാർ 3 തന്നെയാണ് ഇവിടെ ID. സോ അത് എടുക്കാം നമുക്ക്. ഓക്കെ, അതിവിടെ ഐറ്റം ഡീറ്റെയിൽസ്. ഓക്കെ, ഇൻഫോ ആക്ടിവിറ്റിയിൽ ഓക്കെ ഇൻഫോയിലാണ് നമ്മൾ ചെയ്യാത്തത്. ഓക്കെ, സോ ഇൻഫോയിൽ അത് ചെയ്തിട്ടില്ല. ഇതെന്താ സംഭവം മനസ്സിലായോ? ഇൻഫോ ആക്ടിവിറ്റിയിൽ ആക്ടിവിറ്റി ഇൻഫോ ഉണ്ട്, പക്ഷെ ഇവിടെ കിടക്കുന്നുണ്ടോ കോണ്ടെക്സ്റ്റ് വരെ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. സോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. ഓക്കെ, സോ ടൂൾ ബാർ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ r.id ടൂൾ ബാർ 3 ആൻഡ് ടൂൾ ബാർ 3 ഡോട്ട് സെറ്റ് ഓൺ നാവിഗേഷൻ ഓൺ ക്ലിക്ക് ലിസണർ. ഇവിടെ ന്യൂ ഓൺ ക്ലിക്ക് ലിസണർ. ഇവിടെ ഓൺ ബാക്ക് പ്രസ്ഡ് ആൻഡ്രോയിഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റിക്കകത്ത് ഒരു ആപ്പ് കോമ്പാക്ട് ആക്ടിവിറ്റിക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ്. സോ അതിനകത്ത് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. സോ ഫോർ നൗ എടുത്താൽ സോ ലോഗിൻ പ്രസ് ചെയ്യുന്നു. ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്നു. ഇൻഫോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ക്രാഷ് ആയി. സോ ക്രാഷ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റെഡ് കളറിൽ വരുന്നതാണ് ഇവിടെ ക്രാഷ് ഉണ്ടാവും. ഈ റൺ ടൈം ഫാറ്റൽ എക്സെപ്ഷൻ മെയിൻ അണേബിൾ ടു സ്റ്റാർട്ട് ആക്ടിവിറ്റി ക്ലാസ് കാസ്റ്റ് എക്സെപ്ഷൻ ടൂൾ ബാർ കനോട്ട് ബി. ഇവിടെ കണ്ടോ ക്ലാസ് കാസ്റ്റ് എക്സെപ്ഷൻ, അതായത് ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ് ആക്കി കാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണ്. ആൻഡ്രോയിഡ് എക്സ് ആപ്പ് കോമ്പാക്ട് ഡോട്ട് വിഡ്ജറ്റ് ടൂൾ ബാർ കനോട്ട് ബി കാസ്റ്റഡ് ടു ആൻഡ്രോയിഡ് വിഡ്ജറ്റ് ടൂൾ ബാർ. ഇവിടെ ആൻഡ്രോയിഡ് വിഡ്ജറ്റ് ടൂൾ ബാർ ആക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഫോ ആക്ടിവിറ്റി തുടങ്ങുമ്പോഴാണ് പ്രശ്നം. സോ ആക്ടിവിറ്റി ഇൻഫോയ്ക്കകത്ത് ഈ ഒരു ടൂൾ ബാർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് ചെയ്യണ്ടോ വിഡ്ജറ്റ് ടൂൾ ബാർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ടൂൾ ബാർ അല്ല അല്ല. ആൾട്ട് എൻ്റർ പ്രസ് ചെയ്തിട്ട് ആപ്പ് കോമ്പാക്ട് ടൂൾ ബാർ ആക്കുമ്പോൾ ആ ഒരു ക്രാഷ് പോകും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു
fix errors. So login press ചെയ്തു, ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്തു, ആപ്പിൾ എങ്കിൽ ആപ്പിൾ, ഇൻഫോ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പിന്നിങ് ക്രാഷ്. സോ ഇതെന്താ Android X App Compact Toolbar cannot be. So basically നമ്മൾ layout toolbar okay, that's it. ഇവിടെ ഓക്കെ, ഇവിടെ ആപ്പ് കോമ്പാറ്റ് ആണ്, ഇവിടെ അതല്ലല്ലോ. ഓക്കെ, ആൻഡ്രോയിഡ് എക്സ് ടൂൾ ബാർ ആണ് ഇവിടെ. ഓക്കെ, ആൻഡ് ഇൻഫോ ആക്ടിവിറ്റിയിൽ ആൻഡ്രോയിഡ് എക്സ് ടൂൾ ബാർ തന്നെ. സോ ഉണ്ടോ, ബേസിക്കലി ഓക്കെ ആണ്. സി ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നുണ്ട്, ബാക്കോട്ടാണെങ്കിലും പോകുന്നുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും സി ആക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബേസിക്കലി അത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ UI കംപ്ലീറ്റഡ് ആണ്. ഇനി ഇത് നമുക്ക് നെറ്റ്വർക്കിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട്, ബാക്ക് എൻഡ് സെർവറിൽ നിന്ന് ഡാറ്റ എടുത്തിട്ടൊക്കെ വേണം, അതിനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് ചെയ്യാം, ലേറ്റർ ചെയ്യാം. സോ ഈ ഒരു വീഡിയോ UI ഡിസൈൻ നമ്മൾ ഫോർ ദിസ് ഇൻസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത API മീൻസ് ബാക്ക് എൻഡ് കണക്ഷനായിട്ട് പ്രൊസീഡ് ചെയ്യാം.